പ്രിയപ്പെട്ട എല്ലാവർക്കും അതിയായ സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങമാസത്തിലെ അത്തമാണ്. ഓർമ്മകളിൽ ഓമനിക്കാൻ ഒരോണക്കാലം കൂടെ തുടങ്ങുന്നു. കടുപ്പത്തിൽ ഒരു കഥയിലൂടെ നമുക്ക് ഇത്തവണ ഒരു ഓണം സീരീസ് ആയാലോ? ഓണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും കഥകളുമൊക്കെയായി ഓരോ ദിവസവും നമുക്കിവിടെ കാണാം, കേൾക്കാം. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയാറുള്ളതിന്റെ കാരണം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു ഉത്സവം നമുക്ക് വേറെയില്ല എന്നതാണ്. വാണിജ്യവൽക്കരണത്തിന്റെ ഈ പുത്തൻ കാലത്ത് ഓണം വരാറായി എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് ചുറ്റുപാടും കാണുന്ന ഓഫർ പരസ്യങ്ങളിലൂടെയാണ്, അല്ലെ? എന്തിനും ഏതിനും ഓണക്കാലത്ത് വിലക്കിഴിവാണ്. ഓണ ദിവസം വീട്ടമ്മമാരെ അടുക്കളകളിൽ ഒതുക്കാതെ വിഭവസമൃദ്ധമായ ഓണസദ്യ വീടുകളിലെത്തിക്കാൻ മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് യൂണിറ്റുകൾ കേരളത്തിൽ എവിടെയും വ്യാപകമാണ്. ഓണ അവധിയുടെ ദിവസങ്ങൾ കാത്തിരുന്ന് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ധാരാളം. ഗവൺമെന്റ് തലത്തിലുള്ള ഓണാഘോഷങ്ങൾ മറ്റൊരു വശത്ത് അതങ്ങനെ നടക്കും. എല്ലാം കൊണ്ടും കേരളമാകെ ആഘോഷത്തിമിർപ്പിൽ. കേരളത്തിലാണ് ഓണം പ്രധാനമായി ആഘോഷിക്കുന്നതെങ്കിലും ലോകത്ത് മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഓണാഘോഷങ്ങളും ഉണ്ടാവാറുണ്ട്. ഓണത്തിന്റെ പിന്നിലെ കഥ, ആചാരങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ മറ്റൊരാഘോഷത്തിനും അവകാശപ്പെടാനാവാത്ത വിധം പുരാണവും സത്യവും അല്പം ഭാവനയും ഒക്കെ ഇഴുകിച്ചേർന്ന് കിടന്ന് ഒരു മിത്തിക്കൽ പരിവേഷം നൽകുന്ന ആഘോഷമാണ് ഓണം. ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രാദേശികമായി പല ആചാരങ്ങളും നിലനിന്നിരുന്നു. അവയിൽ ചിലതൊക്കെ ഇപ്പോഴും മുറ തെറ്റാതെ കൊണ്ടു നടക്കുന്നുമുണ്ട്. അതിൽ ഒന്നാണ് ഉത്രാടം നാളിലെ കാഴ്ചക്കുല സമർപ്പിക്കൽ. മുൻകാലങ്ങളിൽ ഇവ ഉണ്ടായിരുന്നപ്പോൾ ഓണപ്പുടവയും നാണയവും തിരികെ നൽകി സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. കാർഷിക സംസ്കാരത്തിൽ ഊന്നി ജീവിച്ചിരുന്ന ഒരു ജനതയുടെ മണ്ണിനോട് ബന്ധപ്പെട്ട ചടങ്ങായി മാത്രം ഇതിനെയൊക്കെ കാണുന്നതാവും നല്ലത്. ഈ മാറിയ കാലത്ത് കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പലതരത്തിലുള്ള ഓർമ്മകൾ കടന്നു വരും. ഓണപ്പൂക്കളങ്ങൾ, കൂട്ടുകാർക്കൊപ്പം ഓണ അവധിക്ക് കളിച്ചു തിമിർത്തത്, സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ഓണാഘോഷങ്ങളും അതോടനുബന്ധിച്ചുള്ള തമാശകളും, അങ്ങനെ വാസ്തവത്തിൽ ഏതു പ്രായത്തിലുമുള്ള ഒരു ശരാശരി മലയാളിക്ക് ഓണത്തെക്കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട്. കാലത്തിന് മായ്ക്കാനാവാത്ത ഓർമ്മകൾ. മറക്കാനാവാത്ത ഈ ഓർമ്മകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ തയ്യാറാകാം. അല്പം ചരിത്രവും ഓണപ്പാട്ടും ഓണവിചാരങ്ങളും ഒക്കെയായി കടുപ്പത്തിലൊരു കഥയിലൂടെ ഒരിക്കൽ കൂടി നമുക്ക് ഓണത്തിന്റെ മൂഡ് അറിയാം. ഇന്ന് നമുക്ക് അത്തച്ചമയത്തിൽ നിന്ന് തുടങ്ങാം. ഓണവുമായി ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട പരമ്പരാഗതമായ ഒരു ആഘോഷമാണ് അത്തച്ചമയം. എറണാകുളം ജില്ലയിലെ രാജനഗരി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയിൽ ഓണത്തോടനുബന്ധിച്ച അത്തം നാളിൽ, അതായത് ഇന്ന് നടക്കുന്ന പ്രസിദ്ധമായ ഉത്സവാഘോഷം. കേരളത്തിലെ ഓണാഘോഷങ്ങളുടെ ആരംഭം കുറിക്കുന്നതാണ് അത്തച്ചമയം. മുൻകാലത്ത് കൊച്ചി നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിൽ മഹാരാജാവ് നടത്തിയിരുന്ന വിജയഘോഷയാത്രയായിരുന്നു അത്തച്ചമയം. പടയാളികളും ആനകളും വിവിധയിനം നാടൻ കലാരൂപങ്ങളും വാദ്യവും മേളവും ഒക്കെ കോർത്തിണക്കിയതാണ് അത്തച്ചമയ ഘോഷയാത്ര. അന്നത്തെ കാലത്ത് മഹാരാജാവിന് പ്രജകളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത്തച്ചമയ ഘോഷയാത്ര. ആദ്യകാലത്ത് ഹിൽ പാലസിൽ നിന്ന് ആരംഭിച്ചിരുന്ന പ്രൗഢഗംഭീരമായ ഘോഷയാത്ര ഇപ്പോൾ അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച് തിരികെ അവിടെ തന്നെ എത്തി സമാപിക്കുന്നു. ഓണത്തിന്റെ വരവറിയിക്കുന്ന മേളപ്പുറപ്പാടാണ് അത്തച്ചമയ ഘോഷയാത്ര. ഇതിന്റെ തുടർച്ചയായി അടുത്ത ദിവസങ്ങളിൽ ഗംഭീരമായ കലാവിരുന്നും തൃപ്പൂണിത്തുറയിൽ ഒരുക്കാറുണ്ട്. അത്തച്ചമയത്തെക്കുറിച്ച് നാടോടി കഥകൾ പലതുണ്ട്. അതൊക്കെ എന്തായാലും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നെട്ടൂർത്തങ്ങളും കരിങ്ങാച്ചിറ പള്ളി മേധാവിയും അന്നേ ദിവസം രാജാവിനെ സന്ദർശിക്കുമായിരുന്നു. എല്ലാ ഓണത്തിലും നടക്കുന്ന അത്തച്ചമയ പരേഡ് പഴയ കാലഘട്ടങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുകയും മതപരമായ ഐക്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അത്തം ഇന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഓണം ആരംഭിക്കുന്ന തൃക്കാക്കര വരെ ഒന്ന് പോയി നോക്കി തൃപ്പൂണിത്തുറ അത്തച്ചമയവും കണ്ട് ആറന്മുള വള്ളസദ്യയും കഴിച്ച് ശ്രീ പത്മനാഭസ്വാമിയുടെ ഓണവിലും ഒക്കെ അറിഞ്ഞ് നമുക്ക് വരാം. കേരളത്തിൻ്റെതായ ഓണത്തിൻ്റെതായ മറ്റു പ്രാദേശിക സവിശേഷതകളും ധാരാളമുണ്ട്. എല്ലാം നമുക്കൊന്ന് നോക്കിക്കാണാം. കടുപ്പത്തിലൊരു കഥയിൽ ഓണത്തിന്റെ ഈ 10 ദിവസങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്ന കേൾവിയുടെ ആഘോഷം. നാളെ ഇതേ സമയം ഇവിടെ നമുക്ക് വീണ്ടും കാണാം.